സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മുടെ ഈ ശബരിമലയിലെ ഈ അയ്യപ്പൻ്റെ സ്വർണം മോഷ്ടിച്ചതുമായിട്ട് ആ കേസുകളൊക്കെ ഇങ്ങോട്ട് വന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അങ്ങോട്ട് തുടങ്ങിയിട്ട് അപ്പോഴത്തേന് തന്നെ വലിയ വലിയ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എന്ന് വെച്ചാൽ മുരാരി ബാബു മുതൽ വാസു മുതൽ ഈ നമ്മുടെ ഇപ്പം അറസ്റ്റിലായ പത്മകുമാർ വരെ എല്ലാവരും പറഞ്ഞു ഇതിലൊന്നും ഞങ്ങൾക്ക് പങ്കില്ല. വാസുവൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ നെഞ്ചു വിരിച്ച് പത്മകുമാറും അതുപോലെ ഇവരെല്ലാം ഒടുവിൽ ഓരോരുത്തരെയായിട്ട് ഇങ്ങനെ പിടികൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പം ഈ സർക്കാരിൻ്റെ ദേവസ്വം ഈ കോടതിയുടെ ഒരു മേൽനോട്ടത്തിൽ ഈ കേസ് നടക്കുന്നതുകൊണ്ടാണ് ഇവരെയൊക്കെ പിടിക്കുന്നത്. അപ്പം ഞാനിത് പറയാൻ വരുന്നത്, ഇന്നിപ്പോൾ പത്മകുമാർ അറസ്റ്റിലായി. പത്മകുമാർ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്നു, മുൻ MLA ആയിരുന്നു, അങ്ങനെയൊക്കെ പ്രഗത്ഭനായ ഒരു വ്യക്തിയാണ്. അപ്പം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു MLAയും അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരിക്കുമ്പം അന്നത്തെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനായിരുന്നു. അപ്പോൾ ഇന്ന് കടകംപള്ളി സുരേന്ദ്രന് പത്രക്കാരോട് പറയുന്ന ഒരു വർത്തമാനം കേട്ടു. പുള്ളി പറയുന്നത്, യാതൊരു ഇതിലും ഈ ദേവസ്വം ബോർഡുമായിട്ടുള്ള ഒരു ഫയലും എൻ്റെ മുൻപിൽ വന്നിട്ടില്ല, എനിക്കൊന്നും അറിയത്തില്ല. ഈ ദേവസ്വം ബോർഡ് ഭരിക്കുന്ന അവർക്ക് സെപ്പറേറ്റായിട്ട് അവരുടെ സ്വയം ഭരണാവകാശമുള്ള അവരവരുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യും. എങ്കിൽ പിന്നെ ഒരു ദേവസ്വം ബോർഡിൻ്റെ മന്ത്രി എന്തിനാ? വെറുതെ ദേവസ്വം ബോർഡ് മന്ത്രി എന്നൊരു പേര് മാത്രമായിട്ട് മന്ത്രി ചെയ്യേണ്ട കാര്യമുണ്ടോ? അപ്പം കക്കാനായിട്ട് എല്ലാവരും വേണം. ഈ കട്ട് കഴിയുമ്പോഴത്തേന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായപ്പോഴത്തേനും നമ്മൾ ഇതിനകത്തൊന്നും ഇല്ല എന്ന് പറയുന്ന ഒരു കാര്യമായി ഇപ്പോൾ കടകംപള്ളി പറയും. കടകംപള്ളിയുടെ കാര്യം എനിക്കൊക്കെ ചെറുപ്പത്തിൽ തന്നെ അറിയാം. നമ്മുടെ പണ്ടത്തെ മധ്യരാജാവ് മാണിക്യൻ്റെ ഡയറി പേരുണ്ടായിരുന്ന പാർട്ടിയായിരുന്നു ഈ കടകംപള്ളി. അദ്ദേഹമാണ് ഇപ്പോൾ പറയുന്നത് നമ്മളിതിനകത്തൊന്നും നമുക്കിത് അറിയത്തേ ഇല്ല, ഒരു ഫയലും നമ്മുടെ മുമ്പിൽ വന്നിട്ടില്ലെന്ന്. ഇതൊന്നും അറിയാതെ ഈ പത്മകുമാർ പാവം പിടിച്ച പുള്ളിക്കാരൻ ഇതാരും അറിയാതെ ചെയ്യുമെന്ന് ഒരു സാധാരണ അരിയാകാരമില്ല ഇപ്പോൾ ഗോതമ്പം കഴിക്കുന്നവർക്കൊന്നും ഒരു വിശ്വാസം വരുന്നില്ല. ഇതിനകത്ത് പത്മകുമാറും കടകംപള്ളിയും പിണറായി വിജയൻ വരെ അറിഞ്ഞുകൊണ്ടുള്ളൊരു കളിയായിരുന്നു നടന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.